ഹലോ നമസ്കാരം. അപ്പോൾ അതാ നമ്മുടെ പുതിയ കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇതുപോലെ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന അത് എല്ലാ കസ്റ്റമേഴ്സും ആവശ്യപ്പെട്ട പ്രകാരം കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ചെറിയ ചെറിയ ഡിസൈനുകളെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം ഡിസൈനിൽ വരും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു റൗണ്ടിലുള്ള ഒരു ഡിസൈൻ വീണ്ടും വീണ്ടും എല്ലാവരും കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമുക്ക് വീണ്ടും ചെന്ന് കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. നമുക്കും അത് തന്നെയല്ലേ വേണ്ടത്. നമുക്ക് പല പല ഡിസൈനുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ പിന്നെ കോഡ് സെറ്റൊക്കെ അടിക്കുമ്പോൾ 2-3 എണ്ണമൊക്കെ എടുക്കുമ്പോൾ അത് ചിലപ്പോൾ 2-3-4 പേര് ഒരേ ഡിസൈൻ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് നമുക്ക് വീണ്ടും ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നില്ല. നമുക്ക് കുറേ പ്രീ ബുക്കിംഗ് ഇപ്പോഴും വന്ന് കിടപ്പുണ്ട്, പക്ഷെ അത് കിട്ടാനില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ കസ്റ്റമേഴ്സിനോട് ചോദിക്കാനുള്ളൊരു കാര്യം, നമുക്ക് ഈ ഒരു പ്രിൻ്റ് ഇതുപോലെ ഈ വൈറ്റ് പ്രിൻ്റ് വരുന്ന ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവർ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പെയിൻറ്റ് പോവോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഈ തിരക്ക് കാരണം ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഒരു ചെറിയ ഒരു രീതിയിലെല്ലാം ഒന്ന് കഴുകി നോക്കിയപ്പോൾ പോയതായിട്ട് കണ്ടില്ല. പക്ഷേ നമ്മൾ കൂടുതൽ ടൈം വെള്ളത്തിലിടും ഒക്കെ ചെയ്ത് നമ്മൾ പിന്നെ എന്തായാലും സ്റ്റോൺ വാഷ് എന്തായാലും പറ്റില്ലായിരിക്കും. ഇതുപോലെയുള്ള ഒരു കാര്യം ഒരു പ്രിൻറ്റുകളും നമ്മൾ സ്റ്റോൺ വാഷ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കല്ലിലിട്ട് അലക്കിയാൽ അതുപോലെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് ഒത്തിരി അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഷൻ പ്രിൻ്റ് ആണെങ്കിൽ പോലും അത് ഒരു പെട്ടെന്ന് ചീത്തയായി പോകും. മാക്സി ആണെങ്കിലും നമ്മുടെ ചുരിദാറാണെങ്കിലും ഒക്കെ അങ്ങനെ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് അറിയിക്കണം കേട്ടോ. നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവർ അതൊന്ന് പറയണം, ഈ പ്രിൻ്റ് പോകുമോ എന്നുള്ള കാര്യം. കാരണം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ചിലവർക്ക് പല പല അഭിപ്രായങ്ങളുണ്ട്. പോകുന്നു എന്ന് പറയുന്നുണ്ട്, ചിലവർ പോകുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഫീഡ്ബാക്ക് ഒന്ന് എന്തായാലും കമൻറ്റ് വഴി ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇതിനെല്ലാം നമുക്ക് നല്ല കോഡ് സെറ്റിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലായിട്ടും പോകുന്നത്. കോഡ് സെറ്റിനെ പറ്റിയ നല്ല നല്ല പ്രിൻറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇപ്പോൾ ഒരു പ്രാവശ്യം കിട്ടിയില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തായാലും അടുത്ത പർച്ചേസ് നമുക്ക് ആഴ്ചയിൽ ഓരോ 3 തവണയെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യും കേട്ടോ. എന്തെങ്കിലും ചെറിയ ഒരു ബുദ്ധിമുട്ട് പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ വീഡിയോ ഇടാൻ വൈകാറുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പലാസോ അതായത് സെയിം കോഡ് സെറ്റ് സെയിം ആയിട്ടുള്ളതല്ലാതെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഇതുണ്ടോ, അതൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സിക്സാക്കിൻ്റെ ഒരു പാറ്റേൺ വന്നു കഴിയുമ്പോൾ അത് നമുക്ക് കോഡ് സെറ്റിൻ്റെ പാൻറ്റ് ബോട്ടമായിട്ട് തയ്ക്കാൻ പറ്റുമെന്നുള്ളത് ആ ഒരു ഡിസൈനിലുള്ളത് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ പ്രിൻറ്റുകളും എനിക്ക് തോന്നുന്നത് നമുക്കിപ്പോൾ കോഡ് സെറ്റ് സെയിം പ്രിൻറ്റുകളിലാണ് ഇപ്പോൾ പോണത്. അപ്പോൾ നമുക്ക് അതിലൊരു മാറ്റം വരുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ഇതാണല്ലേ. അപ്പോൾ നമുക്ക് ഇതിലെല്ലാം ഓരോ ഇതിലും മാറ്റം വരുത്തി നമ്മളതിനെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കതൊന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് ഇന്ന് തോന്നിയ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാം നല്ല ഭംഗിയായിട്ടൊരു പലാസോ, നല്ല ലൂസുള്ളൊരു പലാസോ ആക്കി കൊടുക്കുക. അതിൻ്റെ ഏതെങ്കിലും ഒരു കളറ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കളറ് കൊടുത്തു, വൈറ്റ് ടോപ്പായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പ്ലെയിൻ ടോപ്പ് ഇടുക, നമുക്ക് പലാസോ ഈ ഒരു പിന്നെ ഡിസൈൻ വെച്ചിട്ട് കൊടുക്കുക ബോട്ടം. അപ്പോൾ നമുക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓരോന്നിലും ഓരോ രീതിയിലൊന്ന് മാറ്റം വരുത്തുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കോഡ് സെറ്റ് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോഡ് സെറ്റ് സെയിം ഡിസൈൻ തന്നെയാണ്. പലരും എന്നെ വിളിക്കുമ്പോൾ പറയാറുണ്ട് കേട്ടോ, ആ ഡിസൈൻ ഒന്ന് നമുക്ക് മാറ്റി പിടിക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ഡിസൈൻ അടിപൊളി ഡിസൈനാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഇതാണ്. ഇത് പ്രോഷ്യൻ പ്രിൻ്റാണ്. ഇത് നമുക്ക് പോകുന്ന പ്രിൻ്റ് ഒന്നുമല്ല, നമ്മുടെ ആദ്യം കാണിച്ച പ്രിൻ്റ് അല്ല കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു പലാസോ ഇത് കൊണ്ട് അടിച്ചിട്ട് നമ്മൾ ടോപ്പ് പ്ലെയിനായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഈ ഇട്ടിട്ടുള്ള എല്ലാ പ്രിൻറ്റുകളും അങ്ങനെയൊന്ന് നിങ്ങൾ സ്റ്റിച്ചിങ്ങിൽ ഒരു ചെറിയ മാറ്റം വരുത്തി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഇത് അടിപൊളി നല്ലൊരു സ്റ്റൈല് തന്നെ ആയിരിക്കും. നമ്മുടെ ഓരോ
ട്രെൻഡ് ഉണ്ടല്ലോ നമുക്ക് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പലാസോയും കോഡ് സെറ്റാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒന്ന് ചെറിയൊരു മാറ്റം വരുത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല നല്ല ഐഡിയ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിൽ ഏറ്റവും നമുക്ക് വിജയകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആ ഒരു സ്റ്റൈലൊന്ന് മാറ്റി കൊടുക്കുക എന്നുള്ളത്. നമുക്കിപ്പോൾ ട്രെൻഡായിരിക്കും നമുക്ക് കൂടുതലും മുമ്പോട്ട് പോവുക, പക്ഷേ എങ്കിലും നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ അതിലൊരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇതായിരിക്കും കേട്ടോ. നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് നേരെ എല്ലാം നമ്മൾ ഫ്ലോറൽ ഡിസൈനുകളെല്ലാം നമ്മൾ ടോപ്പിനാണ് കൊടുക്കാറുള്ളത്. നമുക്ക് നേരെ ഇത് തിരിച്ചൊന്ന് കൊടുത്തു നോക്കിയാലോ. നമുക്കെല്ലാം ബോട്ടം അടിച്ച് ഇടുക, അതിനുശേഷം പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പ് കൊണ്ടുവരിക. നമ്മളിപ്പോൾ കോഡ് സെറ്റ് നേരെ അതിൽ നിന്നൊന്നൊരു വ്യത്യാസം വരുത്തി നോക്കുക എന്നുള്ളതാണ് എനിക്ക് ഇന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വർക്കൗട്ട് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഒരു ഭംഗിയായിട്ട് നമുക്കിതിനെ കൊണ്ടുപോകാനായിട്ട് പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ഇതെല്ലാം ബോട്ടായിട്ട് അടിക്കുക, എന്നിട്ട് പ്ലെയിൻ ഇപ്പോൾ ഇതിൽ ഒരു പിങ്ക് കളർ പ്ലെയിൻ ടോപ്പാണ് ഇടുന്നത്, നല്ല അട്രാക്റ്റീവ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വൈറ്റ് ഇട്ടാൽ അത് തന്നെയായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. പ്ലെയിൻ ആയിരിക്കണം ടോപ്പ്. ആ ടോപ്പിൽ എന്തെങ്കിലും ഒരു ചെറിയ ഈ നമ്മുടെ ബോട്ടത്തിൻ്റെ ഒരു ചെറിയൊരു പീസ് നമ്മൾ നെക്ക് പോർഷനിൽ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും സ്ലീവിൽ കൊടുക്കുക. നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, സ്റ്റിച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾ അത് സെയിൽ ചെയ്യുക കേട്ടോ. എന്തായാലും നല്ലൊരു ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും. ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോകും എന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിലും ഓരോ ഡിസൈനുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിക്കവരും വിളിച്ചിട്ട് ചോദിക്കും ബിസിനസ് ആകെ ഡള്ളായിട്ടിരിക്കുകയാണ്, ആരും വാങ്ങുന്നില്ല, ഞങ്ങൾക്ക് ഷോപ്പുണ്ട്, ഞങ്ങൾക്ക് തയ്യൽ മെഷീനുകളുണ്ട്, ഞങ്ങളിങ്ങനെ ഒത്തിരി ലോൺ എടുത്താണ് തയ്യൽ മെഷീനുകളെല്ലാം വാങ്ങിയിട്ടിട്ടുള്ളത്, അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റിച്ചിങ് കിട്ടാൻ പ്രയാസമാണ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടേതായിട്ടുള്ള ചെറിയ നമുക്ക് എല്ലാവർക്കും പല പല വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളായിരിക്കും. ചിലർക്ക് സ്റ്റിച്ച് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് കേട്ടോ. എനിക്ക് ഫോട്ടോസ് ഇട്ട് തരാറുണ്ട്, നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങിൽ ഇതുപോലെയുള്ള നിങ്ങളുടെ കഴിവുകൾ തെളിയിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഓരോരോ ഐഡിയകൾ നമുക്ക് വരുത്തുക എന്നുള്ളത്. നമുക്കന്ന് നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ അത് ഓരോരോ ചെറിയതായാലും വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പാറ്റേൺ കണ്ടില്ലേ, ഇത് എന്ന് പറഞ്ഞാൽ 2 സൈഡിലാണ് അതിൻ്റെ ആ ഒരു പ്രിൻറ്റ് വരുന്നത്. അപ്പോൾ ഇത് 2 സൈഡിൽ വരുമ്പോൾ നമുക്കൊരു നല്ലൊരു പലാസോയാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ ഇപ്പോൾ മോൾ ഭാഗത്തും ഈ ഒരു പ്രിൻ്റ് വരും, താഴെ നമുക്ക് ഈ ഒരു പ്രിൻറ്റിൽ ഇങ്ങനെ കിടക്കുന്നു, ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ടോപ്പ് ഇടുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ഓരോരോ ഡിസൈനുകൾ നമുക്കിങ്ങനെ ഒരു തുണി കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം. അതാണ് നമ്മുടെ ഒരു ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ ഓരോ ഡിസൈനുകളും അങ്ങനെ നമുക്ക് മാറ്റം വരുത്താവുന്ന രീതിയിലുള്ള പ്രിൻറ്റിലാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. അഫോർഡബിളാണ്, എല്ലാവർക്കും വാങ്ങിക്കാം, എല്ലാവർക്കും തയ്ച്ചിടാൻ പറ്റുന്ന രീതി. ഇപ്പോൾ നമുക്ക് ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നല്ല ഈസി ആയിട്ട് ഷർട്ട് അടിക്കാനും കൂടി പറ്റും കേട്ടോ. നമ്മുടെ ആൺകുട്ടികളുടെ ഷർട്ട് പീസിന് വേണ്ടിയിട്ട് കുറേ പേര് കൊണ്ടുപോയിട്ടുണ്ട് ഇത്. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല ഇപ്പോൾ ഒരു ഷർട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 900-800 രൂപ കൊടുത്തിട്ട് വേണം, അങ്ങനെയാണ് വാങ്ങാറുള്ളത്. ഇപ്പോൾ ഒരു നല്ല സ്റ്റൈലായിട്ട് ചിലവർ ഓണം സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ യെല്ലോ കളറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ ഈ കയ്യിലുള്ള പ്രിൻറ്റുകളാണ് അതെല്ലാം കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ ഇതൊക്കെ നല്ലൊരു ട്രെൻഡായിട്ട് മുമ്പോട്ട് നമ്മളാണ് ഓരോന്നും അത് ട്രെൻഡാക്കി എടുക്കുന്നത്. ഓരോ ഡിസൈനുകൾ കൊണ്ടുവരുന്നു, ഓരോരുത്തർ ഇടുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ട്രെൻഡായിട്ട് വരും, അതൊക്കെ നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ട് വരും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊരു വയലറ്റ് ടോപ്പ് ഇതിന് അടിച്ചിട്ടിട്ട് ഇതൊരു പലാസോയാക്കി തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും, അടിപൊളിയായിരിക്കും. അതാണ് ഞാൻ പിന്നെ ഈ ഒരു ബേസ് വൈറ്റ് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അല്ലാതെ ഇതെല്ലാം പ്രോഷ്യൻ പ്രിൻറ്റും ആണ് കേട്ടോ. അപ്പോൾ ചിലവരിങ്ങനെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഇങ്ങനെ തയ്ക്കാം. ഇപ്പോൾ തയ്യലിൻ്റെ കാര്യത്തിൽ ഏകദേശം നിങ്ങൾക്കതൊരു ഐഡിയ ഒക്കെ കിട്ടിക്കാണും. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും പറയാറുണ്ട്, ഞങ്ങളങ്ങനെ തയ്ച്ചിങ്ങനെ പോയി, ഞാൻ പറഞ്ഞ പോലെ തന്നെ തയ്ച്ചിട്ടുണ്ട്. അവരതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ട് തരും കേട്ടോ. അവർ തയ്ച്ചിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ലൊരു ഇതായിരുന്നു എന്ന് അവർ പറയാറുണ്ട്. അപ്പോൾ ഇനി ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പ്രിൻറ്റുകളും അത് ബോട്ടത്തിനായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യും. ബോട്ടം അടിച്ചിട്ട് നമ്മൾ പ്ലെയിൻ ടോപ്പ് ഇടുക. അതിൽ നെക്ക് പോർഷനിലൊക്കെ ഒന്ന് ഈ ബോട്ടത്തിൻ്റെ ചെറിയ
പാച്ച് വർക്കൊക്കെ കൊടുത്തു നോക്കി. അപ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഭംഗി, അതായത് ഒരു മെറ്റീരിയൽ നമ്മുടെ കൈ കിട്ടുമ്പോൾ, ഒരു തുണി കിട്ടുമ്പോൾ അതിൻ്റെ പ്രിൻ്റ് എങ്ങനെയാണ് എന്നുള്ളത്. പ്രിൻറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ പ്രിൻ്റൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചില ഡ്രസ്സുകൾക്ക് ചില പ്രിൻ്റ് നന്നായിട്ട് മാച്ചാവും. അപ്പോൾ ആ ഒരു ഐഡിയയും കൂടി നമുക്ക് വരണം കേട്ടോ. ചില പ്രിൻ്റുകൾക്ക് ഇത് ടോപ്പ് അടിക്കാനാണ് നല്ലത്, ബോട്ടം അടിക്കാനാണ് നല്ലതെന്ന് നമുക്ക് മനസ്സിലേക്ക് വരില്ലേ. പക്ഷേ അതുപോലെയല്ല, ഇപ്പോൾ നമ്മൾ ഈ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പ്രിൻ്റുകളും നമ്മൾ ഈവൻ നമ്മൾ സിഗരറ്റ് പാൻ്റ് ആക്കുവാണെങ്കിൽ പോലും അടിപൊളിയായിരിക്കും കേട്ടോ.